നമസ്കാരം, നിഖിലാണ്. നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വേൾഡ് കപ്പിലെ ആദ്യ ഫൈനലിസ്റ്റുകൾ, 2026 ലോകകപ്പിലെ ആദ്യ ഫൈനലിസ്റ്റുകൾ തയ്യാറായിട്ടുണ്ട്. അത് സ്പെയിനാണ്. മൂന്നാം ഫൈനൽ ലക്ഷ്യമിട്ടിറങ്ങിയ ഫ്രാൻസിനെ തകർത്തുകൊണ്ട്, ഇതില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്തുകൊണ്ടാണ് സ്പെയിൻ ഈ ഒരു ലോകകപ്പിൻ്റെ ഫൈനൽ ബർത്തിലേക്ക് തങ്ങളുടെ സീറ്റ് അല്ലെങ്കിൽ തങ്ങളുടെ ബർത്ത് ഫൈനൽ ഉറപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഫൈനലിസ്റ്റ് ആരാണ് എന്നൊരു ചോദ്യത്തിന് ഉത്തരം അത് ഇന്ന് രാത്രിയിൽ ഉത്തരം കിട്ടും. അത് ഇംഗ്ലണ്ടോ അർജൻറ്റീനയോ തമ്മിൽ ആരാണ്, ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ വിജയിക്കുന്ന ആരാണോ ഇവരാണ് സ്പെയിൻ്റെ എതിരാളികളായി ഫൈനലിലേക്ക് വരിക. അപ്പോൾ നമുക്ക് ആദ്യം ഇന്നലത്തെ മത്സരത്തിൽ നിന്ന് തുടങ്ങാം അല്ലേ. ഇന്നലത്തെ മത്സരത്തിൽ സ്പെയിൻ്റെ ഒരു ആധിപത്യം എന്ന് പറയാൻ സാധിക്കും. കാരണം ഫ്രാൻസിന് മുകളിൽ കൃത്യമായ പ്ലാനോടുകൂടി ഇറങ്ങിയ സ്പെയിൻ്റെ ഒരു സർവ്വാധിപത്യം തന്നെ ഇന്നലത്തെ മത്സരത്തിൽ നമുക്ക് കാണാനായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് എംബാപ്പെ അടക്കമുള്ള താരങ്ങളെ കൃത്യമായി മാർക്ക് ചെയ്തുകൊണ്ട് അവരെ പൂട്ടുന്ന ഒരു തന്ത്രം സ്പെയിൻ്റെ ഭാഗത്തുനിന്ന്, ഒപ്പം സ്പെയിൻ്റെ ചെറിയ പാസുകളിലൂടെ കളി മെനയുന്ന അത് കൃത്യമായി ആ ഒരു രീതി അവർ ഇന്നലത്തെ മത്സരത്തിലും പുറത്തെടുത്തു. അത് കൃത്യമായി വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം കിട്ടിയ അവസരങ്ങൾ മുതലാക്കുന്ന സാഹചര്യം സ്പെയിനുണ്ടായിരുന്നു. അതിലവർ വലിയ രീതിയിൽ വിജയിച്ചു. ഒപ്പം സ്പെയിൻ്റെ ഗോൾ കീപ്പറുടെ പ്രകടനവും നിർണായകമായി ശ്രദ്ധേയമായി. ഒപ്പം ഒരുപടി സ്പെയിൻ താരങ്ങളുടെ പ്രകടനം, അപ്പോൾ അത് മിഡ്ഫീൽഡിലും പ്രതിരോധത്തിലും അറ്റാക്കിലുമൊക്കെ അത് വളരെ വലിയ നിർണായകമായി എന്നുള്ളതാണ്. ഇപ്പോൾ സ്പെയിന് 2 ഗോളുകളിൽ 1 പെനാൽറ്റി ആയിരുന്നു. ലാമിൻ യമാലിനെ ഫൗൾ ചെയ്തതിന് കിട്ടിയ, ബോക്സിൽ വെച്ച് ഫൗൾ ചെയ്തു, അതിന് കിട്ടിയ ആ ഒരു പെനാൽറ്റി അത് 22-ാം മിനിറ്റിൽ ഒയാർസബൽ ഗോളാക്കി മാറ്റി. അതോടെ 1-0 ഒരു ലീഡ് സ്പെയിൻ ഉണ്ടായി. അത് വലിയൊരു കരുത്ത് തന്നെ സ്പെയിന് നൽകി, വലിയൊരു ആത്മവിശ്വാസം തന്നെ സ്പെയിന് നൽകി എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നീട് ആദ്യ പകുതി അവസാനിച്ചത് ആ ഒരു ഗോളിൻ്റെ ലീഡിലായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചത് കഴിഞ്ഞ മത്സരങ്ങളിലും പല മത്സരങ്ങളിലും ഒന്ന് പിന്നിൽ നിന്ന ശേഷം നമ്മൾ വിചാരിച്ചതൊക്കെ ആദ്യ പകുതിയിൽ പിന്നിലിട്ട് നിന്ന ശേഷം 2-ാം പകുതിയിൽ കരുത്തരായി തിരിച്ചു വരുന്ന ഫ്രാൻസിനെയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ ലോകകപ്പിൻ്റെ ഫൈനലൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ വലിയൊരു തിരിച്ചുവരവൊക്കെ ഫ്രാൻസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ എന്നാൽ 2-ാം പകുതിയിൽ 58-ാം മിനിറ്റിൽ പെഡ്രോ പോറോയുടെ വക 2ാമത്തെ ഗോൾ, ഡാനി ഓൾമോയുടെ കയ്യിൽ നിന്ന് ലഭിച്ച ഒരു അസിസ്റ്റ്, അതിൽ നിന്നൊരു ഗോൾ പിറന്നു. അങ്ങനെ കൃത്യമായൊരു പ്ലാനോടുകൂടി ഒരു വിജയം അത് സ്പെയിൻ സ്വന്തമാക്കുന്നു ഫ്രാൻസിൻ്റെ മുകളിൽ എന്ന് പറയാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ മത്സരത്തിൽ ക്ലിയറായിട്ടുള്ള ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ 22-ാം മിനിറ്റിൽ മത്സരത്തിൻ്റെ ഗതി മാറ്റിയ ഒരു കാര്യം തന്നെയായിരുന്നു ആ ഒരു പെനാൽറ്റി എന്ന് പറഞ്ഞാൽ. മറ്റൊന്ന്, മത്സരത്തിൽ കൃത്യമായി പന്തടക്കം അത് സ്പെയിനുണ്ടായിരുന്നു. ഒപ്പം ഗോളടിക്കാൻ മറന്നുപോയ ആ ഒരു ഫ്രഞ്ച് പടയുടെ ഒരു പതനം അല്ലെങ്കിൽ ഒരു തോൽവി എന്ന് പറയാൻ സാധിക്കുന്ന ഒരു മത്സരം കൂടിയായിരുന്നു ഇന്നലത്തേത്. ഇനി ഒരു ടാക്റ്റിക്കൽ അനലൈസ് നോക്കിയാൽ മത്സരത്തിൻ്റെ 60% പന്ത് എനിക്ക് തോന്നുന്നു കൈവശം വെച്ചത് സ്പെയിൻ ആവാനാണ് സാധ്യത. വളരെ കുറച്ച് സമയം മാത്രമാണ് ഫ്രാൻസിലേക്ക് കളി പോയത്. കൂടുതൽ സമയവും കളി സ്പെയിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. ലഭ്യമായ ബോളുകൾ അവർ പരമാവധി തങ്ങളുടെ കയ്യിൽ വെച്ച് ഉപയോഗിക്കുന്നു. അതിൽ കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ സ്പെയിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു നീക്കം എന്ന് പറഞ്ഞാൽ, ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ. അതിനിടയിൽ ഒരു യമാലിൻ്റെ കാലിൽ നിന്നൊരു ഗോൾ കൂടി പിറന്നു. പക്ഷേ അത് ഓഫായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ 3-0 ഒരു വിജയമായി മാറിയനെ ഇത്. ഒപ്പം മിഡ്ഫീൽഡിലെ ഒരു കൺട്രോൾ അത് ഇന്നലെ സ്പെയിൻ ഉണ്ടായിരുന്നു. കൃത്യമായൊരു കൺട്രോൾ അവർക്കുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് സ്പെയിൻ്റെ ഒരു ശക്തി അത് തന്നെയാണ്, മിഡ്ഫീൽഡിൽ ഒരു കൺട്രോൾ അവർക്കുണ്ടാകും. അങ്ങനെ ഒരു കൃത്യമായ കൺട്രോൾ ഉണ്ടായതിനു ശേഷം എംബാപ്പയും ഡിംബാലെ അടക്കമുള്ളവരെ ഒന്ന് മാർക്ക് ചെയ്താൽ, കൃത്യമായി മാർക്ക് ചെയ്യാൻ സാധിച്ചാൽ അത് ഫ്രാൻസിന് വലിയ തിരിച്ചടിയാകും എന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ്. അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഒരു ഹൈ പ്രസ്സിംഗ് ഗെയിം ആയിരുന്നു സ്പെയിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായി ലഭ്യമായ അവസരങ്ങളൊക്കെ സ്പെയിൻ മുതലാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഇനി ഫ്രാൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ എംബാപ്പയെ സ്പെയിൻ കൃത്യമായി മാർക്ക് ചെയ്തതാണ് ഫ്രാൻസിന് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നമായി തോന്നിയത് ഇന്നത്തെ മത്സരത്തിൽ. കാരണം എംബാപ്പയ്ക്ക് ഒരു തരത്തിലും പന്തുമായി നീങ്ങാനോ അല്ലെങ്കിൽ ബോക്സിനുള്ളിലേക്ക് അനായാസം കയറാനോ ഒരു സാഹചര്യം അത് സ്പെയിൻ സൃഷ്ടിച്ചില്ല. അത് കൃത്യമായി സ്പെയിൻ ബ്ലോക്ക് ചെയ്യുന്നു. അത്രയ്ക്കും ശക്തമായിരുന്നു സ്പെയിൻ്റെ പ്രതിരോധം എന്ന് പറയാം. പ്രത്യേകിച്ച് കുക്കുറയിലെ അടക്കമുള്ള താരങ്ങളുടെ ഒരു പ്രകടനം അത് വളരെയധികം നിർണായകമായി. ഒപ്പം അവസാനത്തെ സമയത്തൊക്കെ ഫിനിഷിങ്ങിലൊരു പാളിച്ച ഉണ്ടായിരുന്നു ഫ്രാൻസിന്. അതും അവർക്ക് മത്സരത്തിൽ ദോഷകരമായി മാറി എന്നുള്ളതാണ്. ഇപ്പം ഫ്രാൻസിൻ്റെ നമ്മൾ ഇന്നലെ പറഞ്ഞൊരു വലിയ പ്ലസ് പോയിൻ്റാണ് കൗണ്ടർ അറ്റാക്കുകൾ. അതവൾ വലിയ രീതിയിൽ അവർ പല മത്സരങ്ങളിലും വിജയിക്കുന്നൊരു കാര്യമാണ് ഈ കൗണ്ടർ അറ്റാക്കുകൾ. ലഭ്യമാകുന്ന പന്ത് അപ്പോൾ തന്നെ പെട്ടെന്ന് കൊണ്ടുപോയി എതിർ ടീമിൻ്റെ പോസ്റ്റിലേക്ക് പോകുന്നു. അങ്ങനെ കൗണ്ടർ അറ്റാക്കുകൾ വലിയ രീതിയിലുള്ള വിജയം കാണാറുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഫ്രാൻസിൻ്റെ ആ കൗണ്ടർ അറ്റാക്കുകളും വിജയം കണ്ടില്ല എന്നുള്ളതാണ്. ഒയാർസബലാണ് കളിയിലെ താരം. ആദ്യ ഗോൾ നേടിയ ഒയാർസബലാണ് കളിയിലെ താരമായി മാറിയത്. അപ്പോൾ ഇനി 2ാം ഫൈനലിസ്റ്റ്, അതായത് സ്പെയിൻ്റെ എതിരാളി ആര് എന്നുള്ള ചോദ്യം, അതിനുത്തരം ഇന്ന് രാത്രിയിൽ കിട്ടും.
ഇംഗ്ലണ്ടും അർജൻറ്റീനയും തമ്മിലൊരു പോരാട്ടമാണ്. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി, അല്ലെങ്കിൽ മെസ്സിയുടെ ചരിത്രത്തിൽ ആദ്യമായി മെസ്സി ഇംഗ്ലണ്ടിനെതിരെ പന്ത് തട്ടാൻ ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഇംഗ്ലണ്ട് മെസ്സിക്കെതിരെ പന്ത് തട്ടാൻ ഇറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതുവരെ അങ്ങനൊരു മത്സരം മെസ്സിയും ഇംഗ്ലണ്ടും തമ്മിൽ മത്സരം ഇതുവരെ സംഭവിച്ചിട്ടില്ല. ആദ്യമായാണ് അങ്ങനൊരു മത്സരം വരുന്നത്. അറ്റ്ലാന്റ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. നമുക്ക് ഇംഗ്ലണ്ടിൻ്റെ ഈ ഒരു ലോകകപ്പ് ജേണി നോക്കിയാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ക്രൊയേഷ്യയും ഗാനയും പനമയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് ഉയർന്നത്. റൗണ്ട് ഓഫ് 32-ൽ അവർ കോങ്കോയെ പരാജയപ്പെടുത്തി. പ്രീ ക്വാർട്ടറിൽ മെക്സിക്കോയ്ക്കെതിരെ ഒരു 3-2 വിജയം സ്വന്തമാക്കി. ക്വാർട്ടർ ഫൈനലിൽ നോർവേക്കെതിരെ 2-1 ഒരു വിജയം, അത് എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങിയൊരു മത്സരം, അങ്ങനെ ഒരു വിജയം അവർ സ്വന്തമാക്കി. ബെല്ലിംഗാമും ഹാരി കെയ്നുമാണ് അവരുടെ ടോപ്പ് ഗോൾ സ്കോറേഴ്സ് എന്ന് പറയാം. അർജൻറ്റീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ അൾജീരിയ, ഓസ്ട്രേലിയ, ജോർദാൻ അടക്കമുള്ള ടീമുകൾക്കെതിരെ മികച്ച വിജയം. അവിടെ നിന്ന് റൗണ്ട് ഓഫ് 32-ലേക്ക് വരുമ്പോൾ കാബോ വെർഡെക്കെതിരെ അത് എക്സ്ട്രാ ടൈമിലേക്ക് പോയ സമയത്ത് ഒരു 3-2 വിജയം സ്വന്തമാക്കുന്നു. പ്രീ ക്വാർട്ടറിൽ ഈജിപ്തിനെതിരെ 3-2 വിജയം സ്വന്തമാക്കുന്നു. ക്വാർട്ടർ ഫൈനലിൽ സ്വിറ്റ്സർലൻഡിനെതിരെ 3-1 ഒരു വിജയം സ്വന്തമാക്കുന്നു. അങ്ങനെ ഇതുവരെ തോൽവി അറിയാതെ വിജയങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ടാണ് ഈ അർജൻറ്റീനയും സെമി ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അർജൻറ്റീനയുടെ അവസാനത്തെ 3 മത്സരങ്ങൾ നോക്കിയാൽ ഇപ്പോൾ കാബോ വെർഡെക്കെതിരായാലും ഈജിപ്തിനെതിരായാലും സ്വിറ്റ്സർലൻഡിനെതിരെയും ഒക്കെ വലിയൊരു മാർജിനിലുള്ള അല്ലെങ്കിൽ ശക്തമായ ആധിപത്യം പുലർത്തിക്കൊണ്ടൊരു വിജയം എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഈ മത്സരങ്ങളിലൊക്കെ ഒന്നുകിൽ പിന്നിട്ട് നിന്ന ശേഷം മുന്നിലെത്തി ഈജിപ്തിനെതിരെ മത്സരം നമ്മൾ കണ്ടതാണ്. 2-0 പിന്നിൽ നിന്ന ശേഷമാണ് ഒരു 3-2 വിജയം സ്വന്തമാക്കുന്നത്. ഒപ്പം സ്വിറ്റ്സർലൻഡിനെതിരെയുള്ള മത്സരത്തിലാണെങ്കിലും സമനില പാലിച്ച് 90 മിനിറ്റ് കഴിഞ്ഞുള്ള അധിക സമയത്തെ എക്സ്ട്രാ ടൈമിലേക്ക് മത്സരം പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാബോ വെർഡെക്കെതിരെയും അങ്ങനെ എക്സ്ട്രാ ടൈമിലേക്ക് മത്സരം പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആധികാരികമായ വിജയമായിരുന്നില്ല അർജൻറ്റീനയ്ക്ക് ഈ ഒരു നോക്കൗട്ടിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം അത് അർജൻറ്റീനയെ സംബന്ധിച്ച് വലിയ കടുപ്പമേറിയ മത്സരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അർജൻറ്റീനയുടെ മെയിൻ ഗോൾ സ്കോറേഴ്സ് എന്ന് പറയുന്നത് ലയണൽ മെസ്സി തന്നെയാണ്. ലയണൽ മെസ്സിക്കൊപ്പം ജൂലിയൻ അൽവാരസും ലൗതാറോ മാർട്ടിനസും അവരുടെ ഗോൾ സ്കോറേഴ്സിൻ്റെ പട്ടികയിലുണ്ട്. ഇതിൽ മെസ്സിയെ ആശ്രയിച്ച് തന്നെയാണ് പ്രധാനമായും അർജൻറ്റീനയുടെ ആ ഒരു അറ്റാക്ക് മുന്നിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. ഇതിൽ പ്രധാന താരങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇംഗ്ലണ്ടിൻ്റെ ഹാരി കെയ്നും ബെല്ലിംഗാമും സാക്കയും റൈസും ഒക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളായി വരുന്നത്. അർജൻറ്റീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ മെസ്സി, അൽവാരസ്, ഫെർണാണ്ടോ, റൊമേറോ അടക്കമുള്ള താരങ്ങളാണ് അവരുടെ പ്രധാനപ്പെട്ട ശക്തി. ഇതിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് വരുന്നത് മെസ്സിയും ജോൺ സ്റ്റോൺസും തമ്മിൽ നേർക്കുനേർ പോരാട്ടമാകും. ബെല്ലിംഗാമും എൻസോ ഫെർണാണ്ടസും തമ്മിലൊരു പോരാട്ടം ഇന്ന് നടക്കും. കെയ്നും റൊമേറോയും തമ്മിലൊരു പോരാട്ടമായിരിക്കും. സാക്കയും താഗ്ലിഫിക്കോയും തമ്മിലൊരു പോരാട്ടമായിരിക്കും നടക്കുക. അങ്ങനെ നേർക്കുനേർ ഒരു പോരാട്ടം കൂടിയാകും ഇന്ന് നടക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ടാക്ടിക്കൽ റിവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ഹൈ പ്രസ് അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. ക്വിക്കായിട്ടുള്ള കൗണ്ടർ അറ്റാക്കുകൾ അവർക്ക് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള സെറ്റ് പീസുകളാണ് അവർക്കുള്ളത്. അപ്പം ഫിസിക്കൽ ആയിട്ടുള്ള മിഡ്ഫീൽഡ് അവർക്കുണ്ട്, അതും അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. അർജൻറ്റീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ മെസ്സിയുടെ പ്ലേ മേക്കിംഗ് തന്നെയാണ് അർജൻറ്റീനയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. മിഡ്ഫീൽഡിൻ്റെ ഒരു കൺട്രോൾ അത് അർജൻറ്റീന കൃത്യമായി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് വലിയൊരു വിജയം അല്ലെങ്കിൽ നല്ലൊരു വിജയം അർജൻറ്റീനയ്ക്ക് നൽകാൻ സാധിക്കും. ഇപ്പോൾ മെസ്സി ആണെങ്കിലും ഒപ്പം ജൂലിയൻ അൽവാരസ് ആണെങ്കിലും ലൗതാറോ മാർട്ടിനസ് ആണെങ്കിലും അടക്കമുള്ള താരങ്ങളുടെ ഒരു ക്ലിനിക്കൽ ഫിനിഷിങ് അർജൻറ്റീനയ്ക്കുണ്ട് എന്നുള്ളതാണ്. പിന്നെ നോക്കൗട്ട് മത്സരങ്ങൾ കൂടുതൽ കളിച്ചൊരു എക്സ്പീരിയൻസ് അർജൻറ്റീനയ്ക്കുണ്ട്. കഴിഞ്ഞ വട്ടം ഫൈനലടക്കം കളിച്ചതാണ്. അപ്പോൾ ഒരു കുറച്ചുകൂടി ഒരു ഒരു എക്സ്പീരിയൻസ് അർജൻറ്റീനയ്ക്കുണ്ട് എന്ന് പറയാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ അർജൻറ്റീനയുടെ ദൗർബല്യം കഴിഞ്ഞ 3 മത്സരങ്ങളിലെ അവരുടെ പ്രകടനം തന്നെയാണ്. ഇപ്പോൾ പിന്നിട്ട് നിന്ന ശേഷം മുന്നിലെത്തി ഒരു വിജയമാണ്. പക്ഷേ അവസാന നിമിഷം എല്ലാ മത്സരത്തിലും അർജൻറ്റീന മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. അതായത് ആദ്യ പകുതിയിൽ അല്ലെങ്കിൽ ആദ്യ ഒരു 75 മിനിറ്റ് വരെയൊക്കെ പിന്നിൽ നിന്ന ശേഷം അല്ലെങ്കിൽ പതുക്കെ കളിച്ചതിന് ശേഷം അതിനുശേഷം അങ്ങോട്ട് 25 മിനിറ്റിന് ശേഷം അല്ലെങ്കിൽ 90 മിനിറ്റിന് ശേഷമൊക്കെ ഗംഭീരമായ കളി പുറത്തെടുക്കുന്ന ഒരു അർജൻറ്റീന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രകടനങ്ങൾ നേരത്തെ പുറത്തെടുത്താൽ അർജൻറ്റീനയ്ക്ക് വലിയൊരു വിജയം തന്നെ ആദ്യമേ സ്വന്തമാക്കാൻ സാധിക്കും. അർജൻറ്റീന ആരാധകർക്ക് ഇത്ര വലിയൊരു പ്രഷറില്ലാത്ത ഒരു മത്സരം ഫിനിഷ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ഇംഗ്ലണ്ടും ഹാരി കെയ്ൻ്റെ ഇംഗ്ലണ്ടും മെസ്സിയുടെ അർജൻറ്റീനയെ നേർക്കുനേർ വരുമ്പോൾ പോരാട്ടം കടുക്കും ശക്തമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ടൂർണമെൻറ്റിലെ അവാർഡ് റേസ് നോക്കിയാൽ ഗോൾഡൻ ബൂട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ലയണൽ മെസ്സിയാണ് ഏറ്റവും കൂടുതൽ ഗോളിലുള്ള പട്ടികയിൽ മുന്നിലുള്ളത്. മെസ്സിയാണ്. എംബാപ്പെ 2ാം സ്ഥാനത്തുണ്ട്. 3ാം സ്ഥാനത്ത് ബെല്ലിംഗാമും ഉണ്ട്. മോസ്റ്റ് അസിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ലയണൽ മെസ്സി ആണ് അതിൽ മുന്നിലുള്ളത്. 2ാം സ്ഥാനത്ത് ലാമിൻ യമാലുണ്ട്. 3ാം സ്ഥാനത്ത് പെഡ്രിയുണ്ട്. ഇനി ഗോൾഡൻ ബോൾ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ മെസ്സി തന്നെയാണ് മുന്നിലുള്ളത്. 2ാം സ്ഥാനത്ത് യമാൽ, ബെല്ലിംഗം, എംബാപ്പെ എന്നീ നിലയിലാണ് പട്ടിക ഉള്ളത്. ടൂർണമെൻറ്റ് അവാർഡുകളിലേക്ക് വരുമ്പോൾ അവാർഡ് റേസിലേക്ക് വരുമ്പോൾ അതാണ്. പ്രത്യേകിച്ച് ഇനി ഇപ്പോൾ മെസ്സിക്ക് 2 മത്സരങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. സെമി ഫൈനലാണെങ്കിൽ ഫൈനലിലേക്ക് എത്തിയാൽ ഫൈനൽ അല്ലെങ്കിൽ ലൂസേഴ്സ് ഫൈനലിൽ 2 മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട്. എംബാപ്പയ്ക്ക് 1 മത്സരം കൂടി അവശേഷിക്കുന്നുണ്ട്. ബെല്ലിംഗാമിന് 2 മത്സരങ്ങളുണ്ട്. യമാലിന് 2 മത്സരങ്ങൾ ഉണ്ട്.
അപ്പോൾ 2 മത്സരങ്ങൾ എല്ലാ ടീമിനും ഉണ്ടെങ്കിൽ ഇപ്പോൾ അർജൻറ്റീനയ്ക്കും ഇംഗ്ലണ്ടിനുമാണ് ഇന്നത്തെ സെമി ഫൈനലും ഫൈനൽ മത്സരം അല്ലെങ്കിൽ ലൂസേഴ്സ് ഫൈനലുണ്ട്. മറുവശത്ത് സ്പെയിൻ ആണെങ്കിൽ ഫൈനലുണ്ട്, ഈ ഫ്രാൻസിനാണെങ്കിൽ ലൂസേഴ്സ് ഫൈനലുണ്ട്. അപ്പോൾ അങ്ങനെ മത്സരങ്ങൾ ഇനിയും അവശേഷിക്കുന്നുണ്ട്, 2-3 മത്സരങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി അറിയാൻ സാധിക്കും ഈ ലോകകപ്പിൻ്റെ ഫൈനലിൽ ആരൊക്കെ ഏറ്റുമുട്ടും എന്നുള്ളത്. അർജൻറ്റീന തുടർച്ചയായ 2ാം ഫൈനലിൽ എത്തുമോ, അതോ അർജൻറ്റീന കീഴടക്കിക്കൊണ്ട് ഇംഗ്ലണ്ട് സ്പെയിൻ്റെ എതിരാളിയായി വരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആരാധകരൊക്കെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി അറിയാൻ സാധിക്കും 2ാമത്തെ ഫൈനലിസ്റ്റ് ആരാണ് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിൻ്റെ സമയം അത് ഇവിടെ പൂർണ്ണമാവുകയാണ്. ദിസ് ഈസ് എം നിഖിൽ കുമാർ സൈനിങ് ഓഫ്.